കേരളം എന്ന് പറയുന്നത് ഒരു പുതിയ ചരിത്രം എഴുതാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. അതിൽ ഈ പയ്യന്നൂരിലെ ഏതെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലാന്ന്. അതിൽ എത്ര സമയമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊക്കെ കൊണ്ടുപോയിട്ട് അലക്കേണ്ടത്? അതുകൊണ്ടാണ് ഞങ്ങൾ മാന്യമായിട്ടുള്ള രാഷ്ട്രീയം നിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് നോക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാത്രമായിട്ട് നിൽക്കുന്നൊരു കാര്യമല്ല, ഇത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ലോകത്തെ ഞെരിച്ചമർത്തുന്ന ആഗോളവൽകൃത സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ട് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിരോധ പോരാട്ടമാണ് കേരളത്തിലേത്. നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഈ രീതിയിലുള്ള രാഷ്ട്രീയത്തെ കൂടി നമ്മൾ ഒന്ന് പരിഗണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആഗോള തലത്തിൽ നടക്കുന്ന ആഗോളവൽക്കരണ ന്യൂനപക്ഷ സമ്പന്ന കോർപ്പറേറ്റ് ശക്തികളുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരായി ഒരു ജനതയുടെ പോരാട്ടത്തിൻ്റെ വീര്യമാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നു നിൽക്കുന്നത്. ഈ രാജ്യത്ത് ഏത് സംസ്ഥാനം ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിനെ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ എന്ന് നമ്മൾ പറയില്ല, അത്രയും വ്യക്തതയോടുകൂടി ഉള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിനെ കാണുന്നുണ്ട്? ഞങ്ങളെന്താ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്? ഈ നാടിൻ്റെ വികസനം, ഈ കേരളം നാളെ ഉണ്ടാവണമോ? കഴിഞ്ഞ 10 വർഷത്തെ വികസനത്തിൻ്റെ തുടർച്ചയുണ്ടാവണം, അതിന് ജനങ്ങൾ നിൽക്കണം എന്നുള്ളതാണ്. എന്താണ് എതിരാളികൾ പറയുന്നത്? ബാലിശമായിട്ടുള്ള പല കാര്യങ്ങളിങ്ങനെ പറയുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ മാറുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ ഇല്ലായ്മയല്ലേ അതിൽ നിന്ന് പ്രകടമാവും. അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിലാണ് ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങൾ ലോകത്ത് കേരളത്തെ ഒരു പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി, പോരാട്ട ശക്തിയായി ഉയർത്തിക്കാണിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന പോരാട്ടത്തിൽ ഞങ്ങൾ ഭാഗവാക്കാകുന്നത്. ഈ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റെന്തെങ്കിലും പറഞ്ഞ് ഈ നാട്ടിനെ മലീമസമാക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എതിരാളികളെ അവരുടെ എല്ലാം കാര്യങ്ങളൊന്നും പറയാൻ തുടങ്ങിയാൽ ഈടൊന്നും തീരില്ല. ഞങ്ങളായിരുന്നു ഒരു താല്പര്യം, ഒരു വ്യക്തിയെക്കുറിച്ചിട്ടും ഞങ്ങൾ ഇതുവരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നമ്മുടെ സ്റ്റേറ്റ് നേതാക്കന്മാർ അപ്പോഴപ്പോഴും പറയുന്നുണ്ട് കൃത്യമായിട്ട് അവരുടെ UDF-ന്റെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കൊള്ളയെക്കുറിച്ച് വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നു കഴിഞ്ഞു. പിന്നെ ഞങ്ങളത് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഇതിലൊരു ക്ലാരിറ്റി ഇല്ലായ്മയില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെന്തോ ഇതൊന്നും ആരോട് പറയുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പയ്യന്നൂരിലെ എല്ലാ മനുഷ്യനോടും എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവർക്കതിൽ ക്ലാരിറ്റി ഉണ്ട്. ഒരു അവ്യക്തതയും ജനങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഒരൊറ്റ കുട്ടിയെപ്പോലും ഈ പറയുന്നവർക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ പറ്റാതിരുന്നത്. പിന്നെ ഇവരൊക്കെ കൂടെ ഉപഗ്രഹങ്ങളായിട്ട് നടക്കുന്നവരെ കൂടി നിങ്ങളൊന്ന് വിശകലനം ചെയ്യുക. അത് പയ്യന്നൂരിലെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള സുഹൃത്തുക്കൾ കൂടി ഒന്ന് അന്വേഷിക്കുക. നിങ്ങൾ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു. ഞങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങൾക്കിതിലൊരു അവ്യക്തതയില്ല. ജനങ്ങൾ ഇതുവരെ ഈ തെരഞ്ഞെടുപ്പ് പരിണതമാണ് ഇത്രയും നാളായി ഒരാൾക്ക് പോലും ഇങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. കണ്ണീര് ഒഴുക്കിക്കൊണ്ട് ഞങ്ങൾ ആലിംഗനം ചെയ്ത് ഞങ്ങൾക്ക് ഇത് എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ സഹോദരന് നൽകുന്ന വിജയത്തിൻ്റെ മുത്തമാണെന്ന് പറഞ്ഞ് ആ സ്നേഹവായ്പിൻ്റെ അലകടലിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവില്ല, ജനങ്ങൾക്ക് ക്ലാരിറ്റി കുറവില്ല. ധൈര്യമുണ്ടോ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം അതാണ്. പയ്യന്നൂർ നടന്നിട്ടുള്ള കഴിഞ്ഞ 5 വർഷം, അതിന് മുമ്പത്തെ 5 വർഷം, ഈ 10 വർഷം നടന്നിട്ടുള്ള വികസന കാര്യങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ? ആ വിഷയം ഏതെങ്കിലും ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ? വരട്ടെ, നമുക്ക് നോക്കാം. ഒരു കാര്യം പറഞ്ഞു, ഇതുവരെ ഈ തെരഞ്ഞെടുപ്പൊക്കെ നടന്നു. നിങ്ങൾ പറയണ്ടേ ഈ MLA 5 വർഷം ഒരാൾ MLA ആയിട്ടിരിക്കുന്നു. ഈ MLA ഇങ്ങനെ കൊണ്ടുവരാത്ത ഒരാളാണ്, ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് പറ്റാത്ത ഒരാളാണ്. എന്തേ ഒരക്ഷരം പറഞ്ഞില്ലല്ലോ.